എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫുഡ് ഫൺ ആൻഡ് ട്രാവൽ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി ചിക്കൻ ആണ്. ഒരു ആഫ്രിക്കൻ ബാർബിക്യൂ റെസിപ്പിയാണ്. ഓക്കെ, അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. ഇതൊരു ബാർബിക്യൂ ടൈപ്പ് റെസിപ്പി ആണെങ്കിലും നമുക്ക് ബാർബിക്യൂ സെറ്റപ്പുകളൊന്നും വേണ്ട, ഗ്രില്ലുകളൊന്നും വേണ്ട. നമുക്ക് പാനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പെരി പെരി ചിക്കൻ ഉണ്ടാക്കാനുള്ള അതിന്റെ സീക്രട്ട് സോസ് ഉണ്ടാക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെല്ലാം. അപ്പം ഇത് നല്ല പഴുത്ത മുളക്. ഓക്കെ, ഇത് മുളക് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെരി പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴുത്ത എരിവുള്ള മുളക് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഞാനിത് എടുത്തേക്കുന്ന ആഫ്രിക്കൻ റെഡ് ചില്ലിയാണ്. പിന്നെ ഇത് മെക്സിക്കൻ സെറാനോ ചില്ലി. ഇതിന് വലിയ എരിവൊന്നുമില്ല. ഓക്കെ, അപ്പം ഒത്തിരി എരിവ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം വേണം നിങ്ങൾ അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇത്രയും മുളക് എടുത്തിട്ടുണ്ട്. ഒരു 3.5 കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിനനുസരിച്ചുള്ള അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ, ഒരു വലിയ ജിഞ്ചർ തന്നെ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ ഇല, ബേ ലീഫ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് പാപ്രിക്ക, സ്മോക്ഡ് പാപ്രിക്ക. അത് സ്മോക്ഡ് പാപ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റെഡ് ക്യാപ്സിക്കം ഇല്ലേ, അത് ഉണക്കി പൊടിച്ചതിനാണ് സ്മോക്ഡ് പാപ്രിക്ക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ, ഒലിവ് ഓയില്, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഓക്കെ, നമ്മുടെ മുളകെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പം മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെറിയ പീസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി ഇട്ടു. ശേഷം ബേ ലീഫ് ആണ് കേട്ടോ, ബേ ലീഫ്. ഓക്കെ, അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിടുക. അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് സ്മോക്ഡ് പാപ്രിക്ക, നമ്മുടെ റെഡ് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചതാണ്. അത് ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3.5 കിലോ ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് 2 സ്പൂൺ ഇടുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയില് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് നാരങ്ങ വേണം. ശരിക്കും ഇതിനകത്ത് നാരങ്ങ ഒഴിക്കാറില്ല, പക്ഷെ നാരങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനും ഫ്ലേവർ. അതുകൊണ്ട് നാരങ്ങ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുരു അതിനകത്ത് പോകാൻ പാടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കുരു അതിനകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ കയ്പ്പ് അടിച്ചെടുക്കുമ്പോഴത്തേനും അതിന്റെ കയ്പ്പ് വല്ലാതെ കൂടും. മുഴുവനായിട്ടൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ അത്രയും നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെയാണ്. ഇനി നമുക്ക് മാരിനേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മൾ അരച്ചെടുത്തത് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളപ്പം ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. എന്നാലാണെങ്കിൽ മസാല അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ.
നമ്മൾ തൈ പീസും ലെഗ് പീസുമാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഡ്രം സ്റ്റിക്കും തൈയുമാണ് എടുത്തേക്കുന്നത്. അതെല്ലാം നന്നായി വരഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കനൽ വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൽക്കരി അത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പഴുപ്പിച്ചെടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് പഴുത്ത് വന്നിട്ട് ഇതാണ് നമ്മൾ ചിക്കൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബാർബിക്യൂ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്മോക്ക്ഡ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കോള് കൽക്കരി ഇങ്ങനെ പഴുപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് വെച്ച് ആ സ്മോക്ക് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് പഴുത്ത് വരണം. അപ്പോൾ നമ്മുടെ കോഴി നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ബൗള് നമ്മൾ അതിനകത്ത് വെക്കണം. അതിനകത്തേക്ക് കോൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ നടുവിലേക്ക് ചെറിയൊരു സ്റ്റീൽ ബൗള് ഇതുപോലെ ഇറക്കി വെച്ച് അതിനകത്താണ് നന്നായിട്ട് ചൂടാക്കി പഴുപ്പിച്ച് വെച്ചേക്കുന്ന കോള് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അതിനകത്തേക്ക് ഒഴിക്കും. ഓക്കെ, അത് എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, നന്നായിട്ട് പുക വരുന്ന കണ്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ലിഡ് വെച്ചങ്ങ് അടയ്ക്കും. നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഓക്കെ, നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ലിഡ് മാറ്റാം. എന്നിട്ട് ആ കോൾ എടുത്ത് മാറ്റാം നമുക്ക്. ഓക്കെ, മണം വരുന്നുണ്ടോ നോക്കട്ടെ. ചിക്കനിൽ നല്ല ഒരു സ്മോക്ക് സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് സ്മോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു ഗ്രിഡിൽ അല്ലെങ്കിൽ ഒരു പാൻ വെച്ചിട്ട്, ബാർബിക്യൂ പാൻ അല്ലെങ്കിൽ ഗ്രിഡിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് സ്റ്റൗവിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് അഡീഷണലി നമ്മൾ ഓയിലൊന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് ഈ മിക്സിനകത്ത് തന്നെ നല്ല ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇത്രയും സ്പേസ് ഒക്കെ വെച്ച് 2-3 ട്രിപ്പൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ബാർബിക്യൂ ഗ്രില്ലൊന്നും വേണ്ട, വീട്ടിൽ തന്നെ അടുപ്പിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ആകെ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക മെക്സിക്കൻ സെറാനോ ചീസ് അല്ല, പിന്നെ ആഫ്രിക്കൻ റെഡ് ചില്ലിയാണ്. അതിന് പകരം നമ്മുടെ നാട്ടിലെ കാന്താരി പഴുത്തത് മതി. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും മതി. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എരിവാണ്. പെരി പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോളം
പഴുത്ത മുളകിനാണ് പെരി പെരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെരി പെരി ചിക്കൻ എന്ന് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയുള്ളൂ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ആ സ്മോക്ക് ചെയ്തതിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് ഇത് വരുന്നുണ്ട് കേട്ടോ. ബാർബിക്യൂല് ചെയ്തെടുക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വലിയ പീസാണ്. നമ്മൾ പെട്ടെന്ന് തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ സാവധാനം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ. അടിപൊളി. അപ്പൊ ഇതുപോലത്തെ ബാർബിക്യൂ പാൻ തന്നെ വേണം നമുക്ക് കേട്ടോ. കടയിൽ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. സിസ്ലിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ആ മാരിനേറ്റഡ് സോസ് ഇല്ലേ അത് ജസ്റ്റ് ഇതിനകത്തൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ട് പെരി പെരി ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചു വിട്ട് കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം കണ്ടോ നല്ലതായിട്ട് എല്ലാ ഭാഗവും നമ്മൾ തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോസ് മാരിനേഷൻ കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വിട്ട് നമ്മൾ എടുക്കുമ്പോൾ എവിടെയെങ്കിലും വിട്ട് പോയിട്ട് ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് തേച്ച് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പിടിച്ചോളും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമുക്ക് ബേക്ക് ചെയ്യാം, ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങും. മനസ്സിലായില്ലേ, നമ്മുടെ ചിക്കനിൽ നിന്ന് എണ്ണ ഇറങ്ങും. അപ്പോൾ ഒത്തിരി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ഓയിൽ തടവി കൊടുക്കണം. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നമ്മൾ ഓയിൽ തടവിയൊന്നും കൊടുക്കണ്ട. നമ്മുടെ മാരിനേഷൻ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കല്ലോ, ഫ്രൈ ചെയ്തെടുക്കല്ലേ. അപ്പം നമ്മൾ ഞാൻ ഇതിനകത്ത് അഡീഷണൽ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മാരിനേഷൻ സോസിനകത്ത് നമ്മൾ നന്നായിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പെരി പെരി തയ്യാറായിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി ഈ ബാക്കിയുള്ള സെറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, എന്നാ മണമെന്ന് അറിയാമോ, ഒരു രക്ഷയില്ല. ഒരു ഗാർലിക് മയണീസും കൂടി ഉണ്ടെങ്കിൽ ഒളിക്കും ഇതിൻ്റെ കൂടെ. നമ്മുടെ പെരി പെരി ചിക്കൻ തയ്യാറായിരിക്കുന്നതാണോ. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കിടലൻ സാധനമാണ് കേട്ടോ. ഇത് മയണീസാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മയണീസ് എടുത്തതാണ്. എരിവ് കൂടുതലുണ്ടെങ്കിൽ പിള്ളേർക്ക് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാവേ. മയണീസിൽ മുക്കി അടിപൊളിയാണ്. സൂപ്പർ. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ബാർബിക്യൂ ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അഭിപ്രായം ദാനിക്കുട്ടനോട് ചോദിക്കാം. ദാനി, how's it? Good? You like it? Is it spicy? Not really. Good. Okay.
ഓക്കെ മമ്മി എങ്ങനെയുണ്ട് മമ്മി പെരി പെരി ചിക്കൻ? അടിപൊളിയാണോ? നമ്മള് കടയിൽ ഇവിടെ പോയി കഴിക്കുന്ന പോലെ ഉണ്ടോ? ആ ടേസ്റ്റ് വന്നോ? അടിപൊളിയാ, സൂപ്പർ. ഇങ്ങോട്ട് നോക്കിയേ. ഷൈനേന്റെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ബാർബിക്യൂവിനേക്കാളും നല്ലതാണോ? ഓക്കെ. എരിയൊക്കെ എങ്ങനെയുണ്ട്? പാകത്തിന് സന്തോഷങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇങ്ങോട്ട് നോക്ക്, താഴെ നോക്കി പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചി പിന്നെ ചിക്കൻ കഴിക്കത്തില്ല, അതുകൊണ്ടാണ്. അമ്മച്ചി എന്തേലും പറഞ്ഞേ? കഴിക്കാതെ വെരി ഗുഡ്. അമ്മച്ചി ചിക്കൻ കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒന്നും കാണുമ്പോ അമ്മച്ചിക്ക് അറിയാം, അതുകൊണ്ടാണ് കഴിക്കാതെ അഭിപ്രായം പറഞ്ഞത്. ഒരു ഇംഗ്ലീഷ് അമ്മച്ചി, വെരി ഗുഡ്. നമ്മുടെ അടിപൊളി ചിക്കനാണ് കേട്ടോ. എനിക്ക് കഴിച്ചിട്ടും മതിയാവുന്നില്ല. നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, എന്താ സാറേ, വേറെ ലെവൽ സാധനമാണ് കേട്ടോ. ബാർബിക്യൂ ഒന്നുമല്ല, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ബാർബിക്യൂ ഗ്രില്ലും ഒന്നും വേണ്ട, നമുക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. ആ സ്മോക്ക് ടേസ്റ്റും ആ ഫ്ലേവറും അടിപൊളി. ഞാൻ വിചാരിച്ചത് ഭയങ്കര എരിവായിരിക്കുന്നു, പക്ഷെ അത്ര എരിവൊന്നുമില്ല. അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചുമന്ന മുളക്. ഓക്കെ, അതേപോലെ ഇതുപോലെ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലൈവായിട്ട് നിങ്ങൾക്ക് ഫോണിലും കമ്പ്യൂട്ടറിലും എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക്